ഹല്ലേലൂയ. യാഹ്വേ ഇരേ, യഹോവ ഇരേ, യഹോവ, യഹോവ പറഞ്ഞേ, യഹോവ ഇരേ. ഇരേ എന്ന് പറഞ്ഞ ഇരേ, ഇരേ, യഹോവ ഇരേ, അതൊരൊറ്റ വാക്കാണ് അല്ലേ? യഹോവ ഇരേ. ഇരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. ഒരു ഹീബ്രു വാക്കാണ് കാണുക. പറഞ്ഞ കാണുക, കാണുക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് കാണുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് മുൻകൂട്ടി കണ്ട് ഒരുക്കുന്ന ഒരു കാര്യത്തെയാണ്. മുൻകൂട്ടി കണ്ട് ഒരുക്കുന്ന ഒരു കാര്യം. അതാണതേ അബ്രാഹം അതിന് ആ മലയ്ക്ക്, ആ അബ്രാഹം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവ ഇരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കർത്താവ് പ്രദാനം ചെയ്യും. പറഞ്ഞേ, യഹോവ ഇരേ. വാ തുറന്ന് പറ, യഹോവ ഇരേ. ഇത് പറയണം കേട്ടോ. ഇന്ന് ഈ ദിവസം നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം പ്രദാനം ചെയ്യും കേട്ടോ, ദൈവം പ്രദാനം ചെയ്യും. അതാണ് അബ്രാഹം നമ്മുടെ മുമ്പിൽ വലിയ ഒരു പാഠമായി പഠിപ്പിക്കുകയാണ്. പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നോ, വിഷമത്തിന്റെ മുമ്പിൽ നിൽക്കുന്നോ, നീ വിശ്വസിക്കൂ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രദാനം ചെയ്യും. കർത്താവ് പ്രദാനം ചെയ്യും. യഹോവ ഇരേ, ദൈവം പ്രദാനം ചെയ്യും. സ്വരമുയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. നമ്മളോട് തന്നെ പറയണം, അബ്രാഹത്തിന്റെ വിശ്വാസം അത് ഹൃദയത്തിലോട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് തന്നെ പറയണം, ദൈവം പ്രദാനം ചെയ്യും, ദൈവം പ്രദാനം ചെയ്യും. യെസ്, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗികളുണ്ടോ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും, ദൈവം എനിക്ക് പ്രദാനം ചെയ്യും. വിശ്വസിക്കണം.